നിങ്ങളൊരു ഡാഡാണ്. നിങ്ങൾ നിങ്ങളുടെ 4, 5 വയസ്സുള്ള കുട്ടിയെ കൺട്രോൾ ചെയ്യാൻ, അനുസരിപ്പിക്കാൻ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. Hi, I am Rastam. I share my parenting journey here. അമേസിംഗ് ആയ പേരന്റിങ് ടിപ്സ് ഫാദറിന്റെയും മദറിന്റെയും ആംഗിളിൽ നിന്നും ഈ ചാനലിൽ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. സോ നമ്മളൊരു ഫാദർ, ഒരു ഡാഡ് എന്നുള്ള നിലയിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ 3, 4 വയസ്സിട്ടുള്ള കുട്ടി സ്വന്തമായി നടക്കാൻ തുടങ്ങുന്നു, വർത്തമാനം പറയാൻ തുടങ്ങുന്നു. അപ്പം അവരുടെ ഇഷ്ടമുള്ളതൊക്കെ ചെയ്യാൻ തുടങ്ങുന്നു, അവർക്ക് വാശിയാവുന്നു. ഈ വാശി പിടിക്കുന്ന കുട്ടികളെ എങ്ങനെ ഒന്ന് പറഞ്ഞാൽ കേൾപ്പിക്കുക എന്നുള്ളത്. അപ്പം അത് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് 2 കാര്യങ്ങൾ നമ്മളിന്ന് റിമൂവ് ചെയ്യേണ്ടത്. പിന്നെ നമുക്കൊരു 3 കാര്യങ്ങൾ എങ്ങനെ ഇത് ചെയ്യാൻ പറ്റാമെന്ന് നോക്കാം. ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആദ്യം നോക്കേണ്ടത് എപ്പോഴും ഒരു പല ഡാഡ്സിനുള്ളതാണ്, എനിക്കും ഉള്ള ഒരു കാര്യമാണ്. നമ്മൾ ഇത് ഭയങ്കര പേഴ്സണലി എടുക്കും. കുട്ടികൾ നമ്മളെ അനുസരിക്കാതിരിക്കുമ്പോൾ, നമ്മൾ പറഞ്ഞത് കേൾക്കാതിരിക്കുമ്പോൾ, നമ്മൾ പറഞ്ഞതിന് എതിര് പ്രവർത്തിക്കുമ്പോൾ എന്നെ ഇൻസൾട്ട് ചെയ്യുന്നതാണ്, എന്നോട് ചെയ്യുന്നതാണ്. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ആ 3 വയസ്സുള്ള 4 വയസ്സുള്ള കുട്ടി ഇതൊന്നും ആലോചിച്ച് കോംപ്ലക്സിറ്റിയിൽ ചെയ്യുന്ന ഒരു കാര്യമല്ല അത്. അങ്ങനൊന്നും ഉള്ള ഒരു ചിന്ത അതിന്റെ തലയിലേക്ക് കയറ്റാനുള്ള ഒരു സമയമില്ല. അതിന്റെ പുറത്തല്ല ചെയ്യുന്നത്. സോ ദാറ്റ് എസ്പെഷ്യലി ദാറ്റ് ഡോണ്ട് ടേക്ക് ദീസ് തിങ്സ് ആസ് എ പേഴ്സണൽ ഇൻസൾട്ട്. നമ്മളെ ആക്രമിക്കാൻ കുട്ടികൾ ചെയ്യുന്ന ഒരു കാര്യമല്ല ഇത്. ഇനി രണ്ടാമത് നമ്മൾ കുട്ടികളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുമ്പം കുട്ടികളെ നമ്മൾ പിന്നെ നന്നാക്കാൻ വേണ്ടി നമുക്ക് ചിലർക്കെങ്കിലും പലപ്പോഴും വർക്ക് ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ് പണിഷ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം. കുട്ടികളെ അത് ഇപ്പൊ പണിഷ്മെന്റ് എന്ന് പറയുന്നത് ആ തല്ല് മാത്രമല്ല, പല കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നിന്ന് റിമൂവ് ചെയ്യാം, കളിക്കാൻ വിടാതിരിക്കാം, അല്ലെങ്കിൽ ടെലിവിഷൻ കൊടുക്കാതിരിക്കാം. അങ്ങനെ അവരെ ലൈഫിൽ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങളെ റിമൂവ് ചെയ്യാം. പലപ്പോഴും ഷോർട്ട് ടൈമിൽ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന മുമ്പ് ഞാനിപ്പോ ഇത് പറ്റൂല, നല്ലതല്ല നിങ്ങൾക്ക് പറയാം, നിങ്ങൾ പറയും എനിക്കിത് വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. പലപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പണിഷ്മെന്റ് അല്ല നിങ്ങൾക്ക് വർക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ആ പണിഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ സാഡ് ആവുമല്ലോ, അവരും സങ്കടപ്പെടും, നിങ്ങളും സങ്കടപ്പെടും. അപ്പൊ നിങ്ങൾ ഒരുമിച്ച് ഇരുന്നിട്ട് നിങ്ങൾ സംസാരിക്കുന്ന ഒരു സംസാരം ഉണ്ടല്ലോ, നിങ്ങൾക്കൊരു കുറ്റബോധമുണ്ട് നിങ്ങൾ അത് ചെയ്തു പോയെന്നുള്ള ആ അതിന് മുതൽ നടത്തുന്ന ആ സംസാരങ്ങളാണ് പലപ്പോഴും കുട്ടികൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പം ആദ്യത്തെ സംഗതി, കുട്ടിക്ക് ആളെ കിട്ടുന്നത് ഇത് ചെയ്യാൻ പാടില്ല, എനിക്ക് അടി കിട്ടും എന്നുള്ളത് മാത്രമാണ്. എന്തുകൊണ്ട് ഞാൻ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഫാദർ കാണാതെ, അച്ഛൻ കാണാതെ ചെയ്താൽ കുഴപ്പമില്ല എന്നൊക്കെയുള്ള ചിന്തകളാണ്. നമ്മളെ ഒളിപ്പിച്ച് ചെയ്യാൻ മാത്രമാണ് അതൊക്കെ ഉപകരിക്കുക. പിന്നെ പലപ്പോഴും നമ്മൾ, അത് അച്ഛനുമാവാം അമ്മയാവാം, കുട്ടികളെ പണിഷ് ചെയ്യുന്നത് നമ്മളുടെ ഒരു ആങ്കർ സാറ്റിസ്ഫൈ ചെയ്യാനും നമ്മൾക്ക് ഒരു 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 കാമാവാനും വേണ്ടിയാണ്, പ്രാകൃതാൻ കുട്ടികളെ നന്നാക്കുന്നതിനപ്പുറം. അപ്പം ഈ 2 കാര്യങ്ങൾ നമുക്ക് മാറ്റിവെക്കാൻ പരമാവധി ശ്രമിച്ചിട്ട് നമുക്ക് എങ്ങനെ കുട്ടികളെ മാറ്റാം, കുട്ടികളെ നമ്മൾ അനുസരിപ്പിക്കാം, കുട്ടികളെ നമുക്ക് പറഞ്ഞാൽ കേൾക്കുന്നവരാവാം എന്ന് നോക്കുമ്പോൾ ഫസ്റ്റ് തിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് കുട്ടികളെ അണ്ടർസ്റ്റാൻഡ്, ലിസൺ ചെയ്യാൻ തുടങ്ങിയിട്ടാണ്. കുട്ടികളെ മനസ്സിലാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് അവരെ കേൾക്കുക എന്നുള്ളത്. അപ്പം അവരെ കേൾക്കുക എന്ന് പറയുമ്പം ചെറിയ കുട്ടികൾ 2 വയസ്സ് 3 വയസ്സൊക്കെ ഉള്ള കുട്ടിയെ സംബന്ധിച്ച് അവർ പറയുന്നത് ഭയങ്കര ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അവരുടെ ചുറ്റുവട്ടത്തൊന്നും അവരെ മനസ്സിലാക്കണം, എന്തുകൊണ്ടാണ് അവർ ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് അവർക്ക് ഇപ്പം പിന്നെ ഒരു 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 മുട്ടായി കൊടുത്താൽ രണ്ടാമതൊരു മുട്ടായിക്ക് കരയുന്നത്, എന്തുകൊണ്ടാണ് സൂപ്പർ മാർക്കറ്റിൽ വന്നിട്ട് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് കരയുന്നത്, എന്താണ് അതിന്റെ കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. രാദർ അവന് ഭയങ്കര അഹങ്കാരമാണ്, അല്ലെങ്കിൽ അവന് ഭയങ്കര വാശിയാണ് എന്നൊരു എക്സ്പ്ലനേഷൻ അപ്പുറം സംതിങ് എൽസ്, ആ കുട്ടിയെ അതൊക്കെ വേണമെന്ന് ഇതിലേക്ക് കൊണ്ടു ചെല്ലണം. അത് നമ്മൾ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ അത് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ അത് നമ്മൾ ലിസൺ ചെയ്യാം. പിന്നെ നമ്മൾ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് അവരെ അക്നോളജ് ചെയ്യുക എന്നുള്ളത്. അതായത് അവരെ നല്ലപോലെ കേട്ട് കഴിഞ്ഞിട്ട്, നമ്മൾ ചിലപ്പോൾ ഒട്ടും യോജിക്കാൻ പറ്റാത്തതായിരിക്കും. ഇപ്പം ഒരു സൂപ്പർ മാർക്കറ്റിൽ ഇരിക്കുന്ന ഒരു വലിയൊരു ടോയ് ആയിരിക്കും അവർക്ക് വേണ്ടത്. കഴിഞ്ഞ ദിവസം ഒരു ടോയ് വാങ്ങിച്ചിട്ടേ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ ഈ ടോയ് ഇപ്പൊ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അവസ്ഥ. അത് അക്നോളജ് ചെയ്യുക എന്ന് പറയുന്നത് അവർക്ക് വേണമെന്ന് പറയുന്നത് ശരിയാണെന്ന് അംഗീകരിക്കുക എന്നുള്ളതല്ല. മറിച്ച് വാങ്ങിച്ച് അച്ഛൻ വാങ്ങിച്ചു തരാത്തതിന് മോന് വിഷമമുണ്ടല്ലേ, മോക്ക് വിഷമമുണ്ടല്ലേ എന്ന് പറയുന്നതാണ്. അത് അവർക്ക് വിഷമമുള്ളതാണ്, അവർക്ക് വാങ്ങിച്ചു തരാത്തതിന് വിഷമമുള്ളതാണ്. അവർ വാങ്ങിക്കാൻ ആഗ്രഹിക്കണോ എന്നുള്ളതാണ് ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻ. അതല്ല നമ്മളിവിടെ ചോദ്യം ചെയ്യുന്നത്. നമ്മൾ ചോദിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അംഗീകരിച്ചു കൊടുക്കല്ല, മറിച്ച് നമ്മൾ അവരുടെ ഇമോഷൻസിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അത് കേൾക്കുമ്പോൾ തന്നെ ഒട്ടുമിക്ക കുട്ടികളിലും ഒരു ലെവൽ ഓഫ് കാംനെസ് കടന്നു വരും. അതായത് അവരുടെ വിഷമത്തെ ഒരാൾ ഉൾക്കൊള്ളുന്നു. അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ആഗ്രഹം സാധിച്ചു തരാത്തത്
അല്ലെങ്കിൽ എന്താ പറയാ വിഷമമുണ്ട് എന്നുള്ളത് നമ്മൾ അക്നോളജ് ചെയ്യുമ്പോൾ തന്നെ ദർ ഈസ് എ ചേഞ്ച് കുട്ടികളിലെ ഹാപ്പൻ ചെയ്യും. അവര് കാം ആവാൻ സ്റ്റാർട്ട് ചെയ്യും. അടുത്തതാണ് മൂന്നാമതായി നിങ്ങൾക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് കുട്ടികളെ നിങ്ങൾ റീഡയറക്ട് ചെയ്യാന്നുള്ളത്. മറ്റു കാര്യങ്ങളിലേക്ക് നമുക്ക് ഇപ്പൊ ഒരു ടോയ്ക്ക് വേണ്ടി കരയുന്ന കുട്ടിയാണെങ്കിൽ നമുക്ക് റീഡയറക്ട് ചെയ്യാൻ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിൽ റീഡയറക്ട് ചെയ്യാൻ പറ്റും. ആ കുട്ടിക്ക് തന്നെ ചോയ്സസ് മേക്ക് ചെയ്യുന്ന രൂപത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വേറെ കാര്യങ്ങളിലേക്ക്, വേറെ വിഷയങ്ങളിലേക്ക് നമ്മൾ ആ കുട്ടിയെ കൊണ്ടുചെല്ലുന്നു. അത് ഇത്രയും കഴിഞ്ഞിട്ടാണ് കേട്ടോ. അപ്പൊ ഇവിടെ ഒന്നും ഞാൻ പറയാത്തൊരു കാര്യമാണ് നിങ്ങളുടെ ഉപദേശം എന്ന് പറയുന്ന സംഗതി. ഈ മൂന്ന് പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞപ്പോഴും ഉപദേശം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ വിട്ടുപോയതാണ്. ഞാൻ വിട്ടുപോയതല്ല ഉപദേശം. ഇങ്ങനെ കുട്ടികൾ പ്രശ്നമുണ്ടാക്കുന്ന സമയത്ത് ഉപദേശത്തിന് ഒരു വാല്യൂ ഇല്ല. നിങ്ങൾ ഉപദേശിക്കുമ്പോൾ ഗുണം കിട്ടുന്നത് പലപ്പോഴും അടിയും പിടിയൊക്കെ കഴിഞ്ഞ് അവരും കരഞ്ഞ് നമ്മളും വിഷമിച്ച് ഇരുന്നിട്ടായിരിക്കും ഒരു ഉപദേശത്തിന് പലപ്പോഴും എന്തെങ്കിലും ഗുണമുണ്ടെന്ന് നിങ്ങൾ കാണുന്നത്. കുട്ടികൾ വാശി പിടിച്ച് കരയുമ്പോൾ അങ്ങനെ നിങ്ങൾ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ മെൻഷൻ ചെയ്യണേ. അപ്പൊ ഉപകാരപ്പെടുന്ന ഒരു സംഗതിയല്ല ഉപദേശം ഒരു പ്രശ്നം നടക്കും. പിന്നെ നമുക്ക് കുട്ടിയെ എന്ത് ചെയ്യാം, ഇതൊക്കെ കഴിഞ്ഞ വേറൊരു സാഹചര്യത്തിൽ ഇതൊക്കെ സെറ്റിലായി അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത ആഴ്ച അല്ലെങ്കിൽ ആഴ്ചയുടെ അവസാനം നിങ്ങൾ എന്ത് ചെയ്യാം, ഒന്ന് കുട്ടിയെ എന്ത് ചെയ്യാം, ഈ വിഷയത്തെ പറ്റി അത് പോയിന്റ് ഔട്ട് ചെയ്യാതെ തന്നെ ജനറിക്കലി കുട്ടിയെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ശ്രമിക്കാം. അപ്പം ഞാൻ പറഞ്ഞ മൂന്ന് പോയിന്റിൽ എന്തില്ല, ഉപദേശം ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഏറ്റവും അവസാനമായി ലാസ്റ്റ് ടിപ്പും കൂടെ നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് ഇത് ഒരു റിപ്പീറ്റഡ് ആക്ഷൻ ആണ്. ഒരു ദിവസം കൊണ്ട് മിറക്കിൾ സംഭവിക്കുന്നതല്ല പാരന്റിങ്. നമ്മളെല്ലാം പാരന്റിങ് പാത്തിൽ വന്നതാണ്. ഇപ്പൊ ഞാൻ ചെയ്ത അബദ്ധങ്ങൾ, ഞാൻ ചെയ്ത തെറ്റുകൾ പാരന്റിങ്ങില് എനിക്ക് നല്ലതുപോലെ അറിയാം. അപ്പൊ നമ്മളത് കറക്റ്റ് ചെയ്ത് ഓരോ മാസമായി റിപ്പീറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് കറക്ഷൻ റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. മിസ്റ്റേക്ക് അല്ല. ഇങ്ങനെ നമ്മൾ മുന്നോട്ട് പോകേണ്ടതാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ കുട്ടിയുമായി നിങ്ങളുടെ കുട്ടി വാശി പിടിപ്പിച്ചപ്പോഴും നിങ്ങൾ ഉപയോഗിച്ചിട്ട് നടന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവാം, നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്ത കാര്യങ്ങൾ ഉണ്ടാവാം. കമന്റ് ബോക്സിൽ ഇടാൻ മറക്കണ്ട. ഡെഫിനറ്റ്ലി വായിച്ചും അതിനെ റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യും. പിന്നെ ഇത് ഈ ഒരു ചാനല് എക്സ്ക്ലൂസീവ്ലി ഫാദറിന്റെയും മദറിന്റെയും ആംഗിളിൽ നിന്നും പാരന്റിങ് കാണുന്നതാണ്. കണ്ടിട്ട് അതിനുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും മാർഗരേഖകളും ഒക്കെ തരുന്നതാണ്. ഡെഫിനറ്റ്ലി ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ഇത് ഉപകാരപ്പെടുന്ന കരുതുന്ന ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കാതിരിക്കുക. ബൈ, സീ യു നെക്സ്റ്റ്.